ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർഷയുടെ അമ്മ വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, എൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ താമസിക്കുന്നതെന്നൊക്കെ പറയും. എന്തായാലും ശ്രുതിയുടെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛൻ അടുത്ത് വേണമല്ലോ, അതുകൊണ്ട് എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നേരി കേട്ടോ, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് മഹിമ അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വർഷയെ അവളുടെ അമ്മയും അച്ഛനും കൂടെ ആനയിച്ചുകൊണ്ട് വേദിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആകെ ടെൻഷനിലാണ് ശ്രുതിയുടെ മുഖം മാത്രം തെളിയുന്നില്ല. അന്നേരം ഇവർ സന്തോഷത്തോടെ അടുത്തേക്ക് വരുന്ന കഴിയുമ്പോഴത്തേന് കാലേ തൊട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്, ചന്ദ്രമതിയുടെയും രവിയുടെയും കൂടെ. പിന്നീട് മഹിമയുടെയും മധുസൂദൻ്റെയും കാലൊക്കെ തൊട്ട് വന്നിരിക്കും. എന്നാലും ഇതൊക്കെ കാണുമ്പോഴും ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് ശ്രുതിയുടെ കൂട്ടുകാരി. ഇതുപോലെ തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. സച്ചിയാണ് ഇതെല്ലാം നോക്കി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നേ ഉള്ളൂ. രേവതി അന്നേരം സച്ചിയെ വിളിച്ച് ഒക്കെ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാനൊക്കെ പറയും. പക്ഷേ സച്ചി പറയില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. അന്നേരം ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തോരം സ്വർണ്ണം കിടക്കുന്നതല്ലേ എന്ന് ചോദിക്കും. ഒത്തിരി സ്വർണ്ണമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ശ്രുതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ശ്രുതി ഉടനെ ഇങ്ങനെ വർഷയെ ഒരുപാട് നോട്ടമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയോട് വന്ന് പറയുന്നുണ്ട്, വർഷയുടെ ദേഹത്ത് എന്തോരം സ്വർണ്ണമോ, എത്ര ലക്ഷത്തിൻ്റെ സ്വർണ്ണമാണ് കിടക്കുന്നതല്ലേ എന്ന്. ഉടനെ ചന്ദ്ര പറയും, എന്തൊക്കെ ആയാലും ശ്രുതിയുടെ അച്ഛൻ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുവന്ന് ശ്രുതിയുടെ ദേഹത്തിട്ട് നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ടെന്ന്. പിന്നീട് ഇവരെല്ലാവരുടെ ഫംഗ്ഷന് വേണ്ടി സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേന് ചന്ദ്രമതിയെ വിളിച്ച് കയറ്റുന്നുണ്ട്. മഹിമ ഇങ്ങോട്ട് കയറി വാ എന്നൊക്കെ പറയുമ്പോഴത്തേന് ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടെയാണ് അകത്തോട്ട് ചെല്ലുന്നത്. അന്നേരം മഹിമ വലിയൊരു താലിമാലയൊക്കെ എടുത്ത് വർഷയുടെ കഴുത്തേലിടുന്നുണ്ട്. ക്വാർട്ടർ ദാമും അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, ബോസ് ഇവിടെ ഇരുന്നാൽ ഒന്നും കാണത്തില്ലല്ലേ, നമുക്ക് ഫ്രണ്ടിലോട്ട് കയറി ഇരുന്നാലോ ഒന്ന്, താനങ്ങ് പോയി ഇരുന്നാൽ മതി, ഞാനിവിടെ അങ്ങനെ ഇരുന്നോളാമെന്ന് സച്ചി പറയും. അന്നേരത്തേന് പുള്ളിക്കാരൻ്റെ ഒരടവ് കേൾക്കാത്തതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ ഇന്ന് ഇരിക്കുകയാണ് ദാമു. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടി ഇത്ര നേരമായിട്ട് ആ ദാമു സച്ചിയെ കൊണ്ടുപോയി കുടിപ്പിക്കാത്തെന്ന്, അയാൾ ട്രൈ ചെയ്യുന്നുണ്ട്, നീ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും. അത് കഴിയുമ്പോഴത്തേന് പിന്നെ ഇവരുടെ ഫംഗ്ഷനിൽ ഓരോരുത്തരുമായിട്ട് ചെന്ന് വർഷയ്ക്ക് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയും, ഇങ്ങോട്ട് കയറി വാ ശ്രുതി, ഇവിടെ വന്ന് നിൽക്കുന്നൊക്കെ പറയും. അന്നേരം ശ്രുതിയെ വിളിച്ച് അങ്ങോട്ട് കയറ്റി അടുത്തൊക്കെ നിർത്തുന്നുണ്ട്. അന്നേരം പിന്നെ ഓരോരുത്തരായിട്ട് ഇവരുടെ ഈ ചടങ്ങൊക്കെ നടത്തുന്നതാണ് കാണിക്കുന്നത്. എന്നാലും രേവതിയെ ആരും തന്നെ അങ്ങനെ വിളിക്കുന്നൊന്നുമില്ല. പക്ഷേ വർഷം നോക്കുമ്പോഴത്തേന് രേവതി തന്നെ നിൽക്കുന്ന കാണുമ്പോൾ രേവതി ചേച്ചി ഇങ്ങനെ കയറി വാന്ന് പറയും. അന്നേരത്തേന് രേവതിയെ നോക്കി രവീന്ദ്രനും സച്ചിയൊക്കെ കാണിക്കുന്നുണ്ട്, കയറി വാ ചെല്ല് എന്നുള്ള പരുവത്തിൽ. അപ്പോൾ രേവതിയും അടിച്ചാണേലും അങ്ങോട്ട് കയറി ചെല്ലാൻ നോക്കുകയാണ്. പക്ഷേ മധുസൂദനും മഹിമയ്ക്കും ചന്ദ്രയ്ക്കും ഒന്നും ഇത് രേവതി അങ്ങോട്ട് വിളിച്ച് കയറ്റിയത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി വർഷയെ വിളിച്ച് ചടങ്ങൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ രേവതിയെ വിളിക്കുന്നില്ല. അതിൽ സച്ചിക്കും എന്തോ ഒരു അമർഷമൊക്കെ ഉള്ള പോലെ മുഖത്ത് കാണിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേനും ശ്രുതി വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, കണ്ടോ വർഷയുടെ കഴുത്തിലിട്ട മാല എന്ത് വലുതാ, 5-6 പവനെങ്കിലും കാണാം, നിൻ്റെ അച്ഛൻ കൊണ്ടുവരുമോ ഏറെ സ്വർണ്ണമൊക്കെ, നമ്മുടെ താലിമാലയൊക്കെ ചെറുതാ എന്നൊക്കെ പറയും. ഉടനെ ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയും, അവിടെ ഫംഗ്ഷൻ നടക്കില്ലേ, അങ്ങോട്ട് നോക്കി നിൽക്കുക, അല്ലാതെ ഇങ്ങോട്ട് നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയോട്. ഫാമയെ കൊണ്ട് വരെ എല്ലാവരും പൂടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രേവതിയെ വിളിക്കുന്നില്ല. അപ്പം വർഷ വിളിച്ചിട്ട് രേവതി ചേച്ചി വന്ന് ചെയ്യുന്നൊക്കെ പറയും. അത് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അന്നേരം പിന്നെ രേവതി അങ്ങോട്ട് കയറി വന്ന് മഞ്ഞൾ തേച്ച് കൊടുക്കുകയും തലയിൽ പൂവിട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ സച്ചി നോക്കിയിരിക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആകുന്നുണ്ട്. പക്ഷേ അവിടെ അനങ്ങാതെ തന്നെ ഇരിക്കുകയാണല്ലോ. അന്നേരം ശ്രീകാന്ത് അങ്ങോട്ട് കയറി വന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ കല്യാണത്തിന് ആരും ഇല്ലായിരുന്നു, ഇപ്പോൾ എല്ലാവരും ഉണ്ട്, നിനക്ക് സന്തോഷമായെന്ന്. പിന്നെ എനിക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ച് വർഷ മഞ്ഞളെടുത്ത് ശ്രീകാന്തിൻ്റെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഈ സമയത്ത് ശ്രുതിയും കൂട്ടുകാരി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എങ്ങനെ അങ്ങോട്ട് ചെല്ലും, ദാമുവാണ് ഇതുവരെ സച്ചിയെ കുടിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുമില്ല, വർഷയുടെ ഫംഗ്ഷൻ കഴിയുകയും ചെയ്തു, ഇനിയിപ്പം ശ്രുതിയുടെ ഫംഗ്ഷനാണല്ലോ നടക്കണ്ടേ.
അപ്പോൾ ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ ചന്ദ്രമതി പറഞ്ഞ ഡയലോഗുകളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേന് പിന്നെ രവി എന്ന് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം ശ്രുതിയുടെ ഫംഗ്ഷൻ നടത്താമല്ലോ, വർഷയുടെ കഴിഞ്ഞില്ലേന്ന്. അത് അവളുടെ അച്ഛൻ വരാനല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഇത്ര സമയമൊക്കെ വെയിറ്റ് ചെയ്താൽ മതി, ഇനിയിപ്പോൾ ഫംഗ്ഷൻ നടത്താമെന്ന് രവിയും അശോകനും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരിയും ഫാമയും കൂടെ ശ്രുതിയും കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് ദേഷ്യം വരുവാണ്, ഒരുപാട് സ്വർണ്ണമൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്നിട്ട് ശ്രുതിയായിട്ട് വന്ന് കാലയിൽ തൊട്ട് തൊഴുന്നൊക്കെ ഉണ്ട്. പക്ഷേ ചന്ദ്രമതിയുടെ മുഖം തെളിയുന്നില്ല. അനുഗ്രഹിക്കാൻ പറയുമ്പോൾ നന്നായിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നത്. അത് കഴിയുമ്പോഴത്തേന് ഇവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ശ്രുതിയുടെ മുഖത്തോട്ട് കലിപ്പിച്ചാണ് നോക്കുന്നത് ചന്ദ്രമതി. പിന്നീട് ശ്രുതിയുടെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അന്നേരം ചന്ദ്രമതി ദേഷ്യപ്പെട്ട് താലിമാലയൊക്കെ എടുത്ത് മുമ്പിലോട്ട് വെക്കുമ്പോൾ അങ്ങ് ദേഷ്യമാണ് മുഖത്ത്. പക്ഷേ ബാക്കി എല്ലാവരും സന്തോഷത്തോടെയൊക്കെയാണ് നിൽക്കുന്നത്. അന്നേരം മധുസൂദനാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നേ ഇല്ല ഈ ഫംഗ്ഷനൊക്കെ ഇവിടെ നടക്കുന്നത്. അയാളുടെ മുഖം മാത്രം ദേഷ്യത്തിലും ഒരു എന്തോ മനസ്സിൽ കണ്ട പോലൊക്കെയാണ് നിൽക്കുന്നത്. അന്നേരം പിന്നെ ചന്ദ്രമതി മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേനും ശ്രുതിയുടെ ചെവിക്കലിനിട്ട് തല്ലുന്ന പരുവത്തിലാണ് മഞ്ഞൾ തേച്ച് പിടിപ്പിക്കുന്നത്. എന്നിട്ട് പൂവൊക്കെ ഇടുമ്പോഴത്തേനും മുഖം തെളിയുന്നേ ഇല്ല. ശ്രുതിയാണ് പേടിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ മഹിമ വന്ന് ചെയ്തൊക്കെയുണ്ട്, ഈ മഞ്ഞൾ തേക്കുകയും പൂടിയിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം പിന്നെ എല്ലാവരും മാറി മാറി ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കും. എന്നാലും ശ്രുതിക്കാണ് ഭയങ്കര ടെൻഷനാണ്. ഇങ്ങനെ പേടിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.